ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ് റബ്ബി ഇശ്റഹ് ലി സ്വദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. അല്ലാഹുവിൻ്റെ ഹബീബിൻ്റെ ഒരു നാമമാണ് ദഅവത്തു ഇബ്രാഹിം എന്നുള്ളത്. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിൻ്റെ പ്രാർത്ഥന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ചില സ്വഹാബികൾ അള്ളാഹുവിന്റെ ഹബീബിനോട് ആവശ്യപ്പെടുകയാണ്. ഖാലിദ് ഇബ്നു മഅദാൻ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, സ്വഹാബത്തിൽ നിന്നുള്ള ചിലർ മുത്തുനബിയോട് പറഞ്ഞു, അഖ്ബിർനാ അൻ നഫ്സിക, നബിയെ അങ്ങയെക്കുറിച്ച്, അങ്ങ് ആരാണെന്ന് ഞങ്ങൾക്ക് പറഞ്ഞു തരണം. ആദ്യമായിട്ട് അള്ളാഹുവിന്റെ ഹബീബ് പറഞ്ഞത് ദഅവത്തു ഇബ്രാഹിം, ഞാൻ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ പ്രാർത്ഥനയുടെ ഫലമാണ് എന്നുള്ളതാണ്. ഇബ്രാഹിം നബി അലൈഹിസ്സലാം പ്രാർത്ഥിച്ചിട്ടുണ്ട്. സൂറത്തുൽ ബഖറ 129 ആയത്തിൽ നമുക്ക് കാണാം, ربنا وبعث فيهم رسولا منهم يتلو عليهم آياتك ويعلمهم الكتاب والحكمة ويزكيهم إنك أنت العزيز الحكيم. ربنا الله وبعث فيهم, ആ കഅബാലയത്തിന്റെ ആളുകളിൽ, ആ വിശുദ്ധ കഅബാലയത്തിന്റെ ആളുകളിൽ നീ നിയോഗിക്കണേ റസൂലൻ മിൻഹും, അവരിൽ നിന്ന് തന്നെയുള്ള ഒരു റസൂലിനെ, ഒരു പ്രവാചകനെ നീ നിയോഗിക്കണം. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ പ്രാർത്ഥനയാണ്. തഫ്സീറുൽ ജലാലൈനിയിൽ കാണാം, വഖദ് അജാബല്ലാഹു ദുആഅഹു ബിമുഹമ്മദിൻ, അല്ലാഹു തആല ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ പ്രാർത്ഥന സ്വീകരിച്ചു. ബിമുഹമ്മദിൻ, മുത്തുനബിയെ നിയോഗിച്ചു. കഅബാലയത്തിന്റെ ആളുകളിൽ, ഖുറൈശികളിൽ മുഹമ്മദ് നബിയെ അല്ലാഹു നിയോഗിച്ചു പ്രവാചകനായി. ഇബ്രാഹിം നബിയുടെ പ്രാർത്ഥന അല്ലാഹു സ്വീകരിച്ചു. ദഅവത്തു ഇബ്രാഹിം, ഇബ്രാഹിം നബിയുടെ പ്രാർത്ഥനയുടെ ഫലമാണ് മുത്തു റസൂലുള്ളാഹി. ഇങ്ങനെയുള്ള പ്രവാചകരാണ് യത്ലു അലൈഹിം ആയാതിക്, നിന്റെ ദൃഷ്ടാന്തങ്ങൾ അവർക്ക് പാരായണം ചെയ്തു കൊടുക്കുന്ന, വയുഅല്ലിമുഹുൽ കിതാബ വൽ ഹിക്മ, ഖുർആനിനെയും ഖുർആനിലുള്ള വിധി വിലക്കുകളെയും അവർക്ക് പഠിപ്പിച്ചു കൊടുക്കുന്ന, വയുസക്കീഹിം, ശിർക്കിൽ നിന്ന് അവരെ സംരക്ഷിക്കുന്ന ഒരു പ്രവാചകനെ നീ നിയോഗിക്കണം. ഇന്നക അൻതൽ അസീസുൽ ഹകീം, അല്ലാഹുവേ നീ പ്രതാപശാലിയാണല്ലോ, യുക്തിഭദ്രനാണല്ലോ. ഇതാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ പ്രാർത്ഥന. ഇതിന്റെ ഫലമായി അല്ലാഹു നിയോഗിച്ച പ്രവാചകരാണ് മുത്തു റസൂലുള്ളാഹ്. അതുകൊണ്ട് ആ പേര് ലഭിച്ചു. അല്ലാഹു മുത്തുനബിയെ യഥാർത്ഥ രൂപത്തിൽ അറിയാൻ, മനസ്സിലാക്കാൻ നമുക്ക് തൗഫീഖ് നൽകട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ.